ഈജിപ്തിലെ ഹുർഗാഡയിലെ നമ്മുടെ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ തന്നെ ഉറക്കം എണീറ്റ് റെഡിയായി ഇത് താഴെ വന്നിട്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. സൈഡിൽ കടലും കാറ്റും ഒക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഹോട്ടലിൽ കുറച്ച് നേരത്തെ സ്പെൻഡ് ചെയ്തിരിക്കുമായിരുന്നേ. വണ്ടി വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നേ. അപ്പോൾ നമ്മൾ വെറുതെ സമയം കളയുന്നല്ലോ വെച്ചിട്ട് കുറേ നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് വരപ്പിച്ച് നടക്കുക. നമ്മൾ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൂടെ നിൽക്കുന്ന കുറച്ച് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടല്ലേ. പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ സണ്ണിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല, സൺ ഗ്ലാസസ് ഇല്ലാണ്ട് ഭയങ്കര ചൂടായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ ആ സമയത്ത് UK നല്ല തണുപ്പായിരുന്നു. ആ തണുപ്പിൽ പെട്ടെന്ന് ചൂടിലേക്ക് വന്ന കാരണം കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് സണ്ണിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണൊക്കെ വേദനിക്കുമായിരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുവാണ്, നല്ല ചൂടാണ് അവിടെ. നല്ല വെതറാണ്, പക്ഷെ നല്ല ചൂടാണ്. നമ്മൾ നാട്ടിൽ നിൽക്കുകയാണ് പോകണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചൂട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ നല്ല തണുപ്പായിരുന്നു. നമ്മൾ പോണ സമയത്ത് ഫെബ്രുവരിയിലല്ലേ പോകുന്നത്, അപ്പം നല്ല തണുപ്പായിരുന്നു. അപ്പം ആ തണുപ്പിന് പെട്ടെന്ന് നമ്മൾ ചൂടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര പൊള്ളുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കില്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ആ വെതറായിട്ട് അഡാപ്റ്റ് ആവണ പോലെ തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ആയത് ആ വെതറായിട്ട്. അപ്പം നമ്മൾ പിന്നെയും ഫോട്ടോസ് എല്ലാം എടുത്ത് വെറുപ്പിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ വണ്ടി അവസാനം വന്നു. അങ്ങനെ വണ്ടി വന്ന് നമ്മൾ വണ്ടി കയറി ആദ്യം പോയത് അവിടെ അടുത്തുള്ള 1-2 സ്ഥലങ്ങൾ കാണാനാണ്. കണ്ടു, ഇവിടെ വലിയ ഗ്രീനറി ഒന്നുമില്ല. കുറേ ഇങ്ങനെ മരുഭൂമിയിലത്തെ കുറേ കാക്ടസും അങ്ങനത്തെ ചെടികളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടത് കേട്ടോ. ഹുർഗാഡയിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ് രാവിലത്തെ ഹാഫ് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ അതിനു വേണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒരു ഓറിയൻ്റൽ ഓയിൽസ് അല്ലെങ്കിൽ അവിടെ ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, അത് വിസിറ്റ് ചെയ്യാനായിരുന്നു. അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് പെർഫ്യൂം ഓയിൽസും അതുപോലെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ ക്യാമൽ മിൽക്കും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എത്രമാത്രം നമുക്കത് നല്ലതാണ് എന്നുള്ളത് നമുക്കറിയില്ല, അത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പം നമ്മളതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു. ക്യാമൽ മിൽക്കിൻ്റെയൊക്കെ നല്ല മണമായിരുന്നു അതിൻ്റെ സാധനങ്ങൾക്കൊക്കെ. പിന്നെ ഇവർ പറയുന്നു ക്ലിയോപാട്രയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടും മനസ്സിലാക്കി അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയത്. പിന്നെ നമ്മൾ പോയത് ഒരു മോസ്ക് കാണാനായിരുന്നേ. ഹുർഗാഡയിൽ തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വലിയൊരു മോസ്കാണ് അത്. അപ്പം അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും. തലയൊക്കെ മൂടിയിട്ട് അതിനിപ്പോൾ എന്താ പറയുക, ഒരു ഷോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഷോളൊക്കെ ഇട്ട് തലയൊക്കെ മൂടിയിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഷോൾ പോലത്തെ സാധനമൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് വാങ്ങിച്ച് തലയിലിട്ടിട്ട് തല മൂടിയിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അപ്പം അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഫോട്ടോസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓരോ മതത്തിനെയും അതിൻ്റേതായ റെസ്പെക്റ്റോട് കൂടി കാണുന്നത് കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ ഫോട്ടോ വീഡിയോ എടുത്ത് വെറുപ്പിക്കാൻ നിന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അകത്ത് കയറി അലങ്കിക്കാനൊന്നും നിന്നില്ല. നമ്മൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ഒച്ചും ബഹളമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ വേഗം അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ പാറയും കല്ലും ഒക്കെ ഉള്ള അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡായിട്ടാണ് നമുക്ക് തോന്നിയത്. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ നിന്ന് പൂളിൻ്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവിടെ പൂളിൽ എക്സസൈസ് സെഷൻ നടക്കുകയാണ്. ഈവനിങ് നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്താണ് അടുത്ത വീഡിയോ കാണാം.